ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബിടെക് ഡെയറി ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിന് ശേഷം ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് മേഖലയിൽ ആ ഒരു വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അവസരങ്ങളും ചാൻസസും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഒരു ഐഡിയയാണ് സ്റ്റാർട്ടിങ് അവർ ഓൺ ഡെയറി യൂണിറ്റ്. അതായത് പാലിനെ പ്രോസസ്സ് ചെയ്യുകയും തൈര്, ബട്ടർ, പനീർ, ഗീ, ഐസ്ക്രീം ഇതുപോലുള്ള ഡെയറി യൂണിറ്റുകൾ തുടങ്ങുക. ഇതിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് അതുപോലെ തന്നെ പ്രോഫിറ്റും നമ്മൾ സസ്റ്റൈനബിളായിട്ടും നല്ല പ്ലാൻഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റും നമുക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളും ഇതിനുണ്ടാക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷനാണ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സിൻ്റെ ഒരു ബിസിനസ്. നമുക്കറിയാം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതിനെ സെയിൽസ് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഫ്ലേവേഡ് മിൽക്ക്, യോഗർട്ട്, മിൽക്ക് സ്വീറ്റ്സ് അല്ലെ പ്രോട്ടീൻ ഡ്രിങ്ക്സ്, ഇതെല്ലാം വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളാണ്. നമുക്കിത് ലോക്കൽ ഷോപ്സ് വഴിയോ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബ്രാൻഡിലോ നമുക്കിതിനെ സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഒരു ഡെയറി കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആവുക എന്നുള്ളത്. ഇതിന് നമുക്ക് മേജറായിട്ട് വരുന്ന സ്കില്ലെന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള പ്ലാന്റിൻ്റെ നോളജും പിന്നെ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള അറിവുമാണ്. അതായത് പുതിയതായിട്ട് വരുന്ന ഡെയറി ഓൺട്രപ്രണേഴ്സിനെ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാനോ ഫാമുകൾ സെറ്റ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക. നാലാമത്തെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ വരുന്നതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു ഡെയറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. ഇതിൽ നമുക്ക് ഡെയറി കോൺസെപ്റ്റുകളെ പറ്റി ഓൺലൈനായിട്ട് ടീച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം, കോഴ്സുകൾ സെല് ചെയ്യാം, ഇ ബുക്സുകൾ സെല് ചെയ്യാം. നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഓഡിയൻസിന് പാസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു മോഡൽ ഉപയോഗിക്കാം. ഇതിന് മേജറായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സ്കില്ലുകളാണ് കമ്മ്യൂണിക്കേഷൻ, ബ്രാൻഡിങ് തുടങ്ങിയ സ്കില്ലുകൾ. ഇപ്പം നിങ്ങളൊരു സീറോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ പോലും വിത്ത് പ്രോപ്പർ എഫേർട്ട് ആൻഡ് ഡെഡിക്കേഷൻ നമുക്കത് ഗ്രോ ചെയ്യാൻ പറ്റും. ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് മേഖലയിൽ വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ ഞാനിപ്പോൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് കൂടാതെ ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിനെപ്പറ്റി നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിലെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം, ഇൻഡിവിജ്വൽ ബൈ ഇൻഡിവിജ്വൽ. ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.